നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ ദിവസമായി. സാധാരണ ഞാൻ രാവിലെയൊക്കെ വ്യായാമം ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ ചെയ്യാനായിട്ടൊരു മടിയായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, കുറേ ദിവസം നിങ്ങളെ കണ്ടിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇടയ്ക്കൊക്കെ ഈ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ യോഗ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതിൽ മാത്രം ചെയ്യുന്ന യോഗയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാ ഫോക്കസും അതിലോട്ട് പോകണം. അപ്പം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിന്തകൾ വേറെ ഇതിലോട്ട് പോകും. അപ്പോൾ ചെയ്യുമ്പോൾ തെറ്റുകയും പിന്നെ മറന്നു പോവുകയും ചെയ്യും. ഇപ്പം എത്ര തവണ ചെയ്തെന്നൊക്കെ മറന്നു പോകും. അതുകൊണ്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ആവശ്യമാണ് ഫോക്കസ്. പിന്നെ ബാലൻസും വേണം. ഇപ്പോൾ വൃക്ഷാസനം എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റക്കാലിൽ നിന്ന് ചെയ്യേണ്ട യോഗാസനമാണ്. അപ്പോൾ ഈ വൃക്ഷാസനമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് തെറ്റുകയും അതിൻ്റെ ഒപ്പം നമ്മുടെ കോൺസെൻട്രേഷനും കൂടെ തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിപ്പം അത് മാറി വഴങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ വൃക്ഷാസനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുള്ള തെറ്റും പിന്നെ നമ്മളിപ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യല്ലോ. ഇപ്പോൾ 10 തവണയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 10 തവണ എണ്ണുന്നവരെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇതിലോട്ട് ചിന്ത പോകും. അപ്പം അതെല്ലാം കാണിച്ചു തരുന്ന തെറ്റുകൾ ഉണ്ടാകുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വൃക്ഷാസനം ചെയ്യാം. അപ്പോൾ തുടങ്ങാം. കാല് വിറയ്ക്കുന്നുണ്ട്. കണ്ണടയ്ക്കരുത് കേട്ടോ. കണ്ണടച്ച് ചെയ്ത് തന്നെ നമ്മൾ താഴെ വീഴും. അപ്പം ഞാൻ പതിയെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. സംസാരിക്കാൻ പാടില്ല, പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇപ്പം 5 തവണ ഞാൻ ചെയ്തു കേട്ടോ. പതിയെ താഴെ ഇറക്കാം. ഇപ്പം ഞാൻ 5 തവണ വൃക്ഷാസനം ചെയ്തോളൂ. സാധാരണ ഞാൻ 10 തവണ ചെയ്യുന്നത്. ഇപ്പം ഇത് ചെയ്യുമ്പം തെറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിന്ത പോകുന്നതും പിന്നെ നമ്മുടെ കൈകാലുകളൊക്കെ വിറയ്ക്കുന്നതിനെ കാണിച്ചു തരുന്നൊരു വ്ളോഗ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ 10 തവണയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വൃക്ഷാസനമൊക്കെ ആദ്യം ചെയ്യുമ്പം കാല് വിറയ്ക്കും. നമ്മുടെ ഇടത് കാല് വിറയ്ക്കുകയും ഇടത് കാലും വലത് കാലൊക്കെ മാറി ചെയ്യാം. പിന്നെ നമ്മുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ചെയ്യുമ്പം കാല് വിറയ്ക്കുകയും ഇങ്ങനെ ആടി വീഴുകയും പിന്നെ നമ്മുടെ എന്താ പറയുക, ശ്വാസം മുട്ടുകയൊക്കെ ചെയ്യും. പിന്നെ എത്ര വരെ ചെയ്തെന്ന് പോലും നമുക്ക് എണ്ണാൻ പറ്റത്തില്ല കൃത്യമായിട്ട്. അപ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് വലിയ തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം കാല് പൊക്കുന്ന സമയത്ത് ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ചെയ്യുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. 5 തവണ ഞാൻ ചെയ്തു. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വൃക്ഷാസനമൊക്കെ ആദ്യമായിട്ട് ചെയ്യുമ്പം നിങ്ങൾ 5 തവണ ചെയ്യുക. സാവധാനം, കണ്ണടയ്ക്കരുത്. കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. കണ്ണടയ്ക്കാതെ ആണ് ചെയ്യുന്നത്. അതെന്ന് വെച്ച് ഇപ്പം കണ്ണടയ്ക്കല്ല കേട്ടോ ഒരിക്കലും. അപ്പം നിങ്ങൾ ഈ വൃക്ഷാസനം ചെയ്യുമ്പോൾ സാവധാനം ചെയ്താൽ മതി. ഉടനെ തന്നെ 10ഉം 20ഉം തവണ ഒന്നും ചെയ്യരുത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു രസകരമായിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബായ്.